ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഇഷ്ടം മാത്രത്തിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനസ്വിനിയാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ടിരിക്കുക. കാരണം എങ്ങനെയെങ്കിലും അക്ഷിതയുടെ ജോലി മുടക്കണം. അതിനുവേണ്ടി എല്ലാ കുതന്ത്രങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് മകൻ്റെ മുന്നിൽ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മകൻ പറയുകയാണ്, അമ്മ പറയുന്നത് എപ്പോഴെങ്കിലും ഞാൻ അനുസരിക്കാതെ ഇരുന്നിട്ടുണ്ടോ? ഏതായാലും അമ്മ എന്തെന്ന് വെച്ചാൽ പറ, എങ്കിൽ പറയണം അവളോട് ജോലിക്ക് പോകരുതെന്ന്. ഏതായാലും കുടുംബത്തിൻ്റെ അടുക്കളയിൽ ഒരു പെണ്ണ് വേണം. അതിന് ഇവള് കാലത്തെ എന്തൊക്കെയോ ആക്കിക്കൂട്ടി വെച്ച് ജോലിക്കും പോയി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വരും. ഇതൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല. നീ അതുകൊണ്ട് നിൻ്റെ ഭാര്യയോട് പറ ജോലിക്ക് പോകാനായിട്ട് നിൽക്കരുതെന്ന്. അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആഷിതയാണെങ്കിൽ, അതെ അമ്മയ്ക്ക് തെറ്റി. അമ്മയുടെ മകനല്ല. ആര് പറഞ്ഞാലും എൻ്റെ ജോലി ഞാൻ രാജിവെക്കില്ല. കുറേ കാര്യങ്ങളെല്ലാം കേട്ട് അടിഞ്ഞു കൂടി ഞാനിവിടെ കിടന്നിട്ടുണ്ട്. അമ്മയുടെ ഇനി ഒരു തന്ത്രങ്ങളും എൻ്റെ മുന്നിൽ പാഴാകില്ലമ്മേ. അത് ഞാൻ നടക്കാൻ അനുവദിക്കത്തുമില്ല. ഇനി അമ്മയുടെ മകൻ എന്നെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഈ ജോലി രാജിവെക്കില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിനിക്ക് ഭയങ്കരമായിട്ടും കാര്യം വരിക. അപ്പോൾ മനസ്സിന് വീണ്ടും പറയുകയാണ്, കേട്ടില്ലേടാ അവളെ പറയുന്നത് കേട്ടില്ലേ? നീ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാൽ പോലും അവള് ജോലി രാജിവെക്കില്ലെന്ന് പറയടാ, നല്ല മറുപടി കൊടുക്കടാ അവളോട്. കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാൽ പോലും അവൾ ജോലി രാജിവെക്കില്ല എന്ന്. ഇങ്ങനെ പറയുന്നവളോട് പിന്നെ ഞാൻ എന്തു മറുപടിയാണ് കൊടുക്കേണ്ടത്? ഇത് കേട്ടാ ആഷിതയാണെങ്കിൽ ആകെ ഞെട്ടി വരച്ചൊരവസ്ഥയിൽ കണ്ണും തള്ളി ഇങ്ങനെ നോക്കി നിൽക്കുക. അതുകൊണ്ട് ഇനി ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. അവൾ ജോലിക്ക് പോകും. വാ ആഷിതേ, വാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ആഷിതയെയും ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ ഇവനാണെങ്കിൽ നേരെ പോയി കഴിഞ്ഞ് അപ്പോൾ മനസ്സിനെ ആകെ നാണം കെട്ടൊരവസ്ഥ നിൽക്കുക. അപ്പോഴേക്കും മകൻ തിരിഞ്ഞു നോക്കിയിട്ട് കൈകൊണ്ട് ഡൺ എന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും മനസ്സിലേക്ക് മനസ്സിലായി ഇതെല്ലാം അവൻ്റെ തന്ത്രമാണെന്ന്. എങ്ങനെയെങ്കിലും ആഷിതയെ വലയിലാക്കാൻ വേണ്ടിയാണ് ഇവനിതെല്ലാം ചെയ്ത് കൂട്ടുന്നതെന്ന് മനസ്സിലാവുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രചനയാണ്. അപ്പോൾ രചനയാണെങ്കിൽ ഈ മഹേഷിൻ്റെ പെങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ആലോചിക്കുകയാണ്. ഏതായാലും ആ മഹേഷ് ഏട്ടന് ഒരിക്കലും ഈ ഇഷിതയുടെ സ്നേഹമൊന്നുമില്ല. അവർ തമ്മിൽ ഭാര്യ ഭർത്താവ് ബന്ധമില്ലെന്നേ. ഈ ചിപ്പിക്ക് വേണ്ടി മാത്രമാണ് ഇഷിതയെ കല്യാണം കഴിച്ചത്. അങ്ങനെതായ കുറേ കാര്യങ്ങളെല്ലാം രചന അവിടെ ആലോചിക്കുകയാണ്. അതെല്ലാം ആലോചിച്ച് കൂട്ടിയപ്പോഴേക്കും ഇവർ പറഞ്ഞത് ശരിയാണെന്നൊക്കെ ഈ രചനയ്ക്ക് തോന്നുകയാണ്. അപ്പോൾ രചനയാണെങ്കിൽ നേരെ മഹേഷിൻ്റെ ഫോണിലേക്ക് ഒരു വിളി. അപ്പോൾ മഹേഷ് ആണെങ്കിൽ നോക്കി കഴിഞ്ഞപ്പോഴേക്ക് അപ്പോൾ രചനയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് കാലി വരിക. മഹേഷ് ആണെങ്കിൽ ഇവിടെ കട്ടാക്കി കളയാണ്. അപ്പോൾ രചനയ്ക്ക് വീണ്ടും ഒരു ടെൻഷനായി. അപ്പോൾ രചന വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കണം, മഹേഷേ നിനക്ക് എന്നോട് ശരിക്കും സ്നേഹമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ അതെൻ്റെ മുന്നിൽ നീ പ്രകടിപ്പിക്കുന്നില്ല. അതാണ് നിൻ്റെ ഒരു കുഴപ്പം മഹേഷേ. ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കുകയാണ് മഹേഷിനെ. വിളി സഹിക്കാനാവാതെ മഹേഷ് ഫോൺ എടുക്കുകയാണ്. നീ എന്തിനാണ് എൻ്റെ ഫോണിലേക്ക് വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഫോണിലേക്ക് മേലെ വിളിച്ചു പോകരുതെന്ന്? പിന്നെന്തിനാണ് വിളിച്ചത്? മഹേഷേ ഇങ്ങനെ ചൂടാകല്ലെന്നേ. മഹേഷിന് ഇപ്പോഴും എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം മഹേഷേ. രചനെ, ഇതെല്ലാം നിൻ്റെ വെറും തോന്നലാ. നിൻ്റെ തോന്നൽ മാത്രം. എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും നീ ഇല്ല. നീ വെറുതെ അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടാൻ നിൽക്കരുത്. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ മഹേഷേ എനിക്ക് ഹോസ്പിറ്റലിൽ കാവലിരുന്നത്? അന്ന് കാവൽ മൊത്തം ഇരുന്നായിരുന്നല്ലോ മഹേഷ് ഉറക്കൊളിച്ചിട്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ഒന്ന് നിർത്തി. അതിനുശേഷം വീണ്ടും പറയുക, ഇതിനുള്ള ഉത്തരം ഞാൻ നിനക്ക് നേരത്തെ തന്നതാണ്. എൻ്റെ മകനെ ഓർത്തുകൊണ്ട് മാത്രമാണ് രചന ഞാൻ നിനക്ക് അന്ന് കാവലിരുന്നത്. അത് നീ മുതലെടുക്കാനായിട്ട് നോക്കരുത്. അതും പറഞ്ഞുകൊണ്ട് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടാനൊന്നും പോകുന്നില്ല. എനിക്ക് നിന്നെ ഇഷ്ടമേ അല്ല, നിന്നെ എനിക്ക് വെറുപ്പാണ് എന്ന് മഹേഷ് പറയുന്നുണ്ടെങ്കിലും രചന അതൊന്നും കാര്യമാക്കുന്നില്ല. രചന എങ്ങനെയെങ്കിലും മഹേഷിൻ്റെ മനസ്സിങ്ങനെ മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം മഹേഷേ, പക്ഷേ ആ ഡൽഹിയിൽ വെച്ച് നടന്ന കാര്യങ്ങളും എനിക്കറിയാലോ. അപ്പോൾ പിന്നെ എന്താ അതങ്ങനെ? അപ്പോൾ പിന്നെ മഹേഷിനെ എന്നെ അവിടെ ഇട്ടിട്ട് പോകാറുന്നില്ല. അപ്പോൾ മഹേഷ് ഒന്നും മിണ്ടുന്നില്ല. മഹേഷ് ആണെങ്കിൽ നിനക്ക് എന്താ വേണ്ട രചനെ? നീ കൂടുതൽ ഡയലോഗും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരാൻ നിൽക്കരുത്. നിനക്കെന്താ നിൻ്റെ ആ ഭർത്താവിനെ മടുത്തോ? എടി നിന്നെ ഞാൻ ഓർക്കുന്നുണ്ടെങ്കിൽ
എൻ്റെ ശത്രുവായ അവനില്ലേ, അവൻ്റെ മുഖം കാണുമ്പോഴേ നിന്നെ ഞാൻ ഓർക്കുള്ളൂ. അന്ന് ആ പടി ഇറങ്ങിപ്പോയ നിന്നെ, അല്ലാതെ നിന്നെ ഞാൻ ഓർക്കാൻ എന്താടി? നീ അത്രയ്ക്ക് എന്ത് നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഇനി സംസാരിച്ചപ്പോഴേക്കും എനിക്കറിയാം മഹേഷേ, ഇതൊക്കെ നീ പറയുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ ഞാൻ എന്തൊക്കെ ചെയ്താലും ആദ്യ ഭാര്യയാണല്ലോ ഞാൻ. അപ്പോൾ ഏക ഭാര്യവ്രതക്കാരനാണല്ലോ ഈ മഹേഷ്. അപ്പോൾ ഏക ഭാര്യ ആരാ? അത് ഞാൻ തന്നെയാണല്ലോ. പിന്നെ ഇഷിതയെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മഹേഷേ, എന്തുകൊണ്ട് ഇഷിതയും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ആകെ ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. എൻ്റെ ദൈവമേ, രചന ഇതെല്ലാം ഇങ്ങനെ അറിഞ്ഞു, ഇതാകെ പ്രശ്നമാണല്ലോ. പറ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇഷിതയും നീയും തമ്മിൽ എന്താണ് ഒരു ബന്ധമില്ലാത്തത്? ആര് പറഞ്ഞു? ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, ഇപ്പോഴും നല്ല സ്നേഹത്തിൽ തന്നെയാണ്. അതിനിടയിൽ കയറി നീ കിടന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് നിൽക്കരുത് രചന. ഇനി മേലാൽ ഇത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കാൻ നിൽക്കരുത് എന്നും പറഞ്ഞ് ഫോൺ കട്ടാക്കുക. അപ്പോൾ ഫോൺ കട്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്ക് ആകെ ടെൻഷൻ തോന്നി. എന്നാലും മഹേഷേ, എനിക്കറിയാം നിൻ്റെ മനസ്സിൻ്റെ കോളിൽ ഞാനുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഞാൻ ഫോൺ വിളിക്കുമ്പോൾ നീ ഇങ്ങനെയൊക്കെ കിടന്ന് ഉരുണ്ട് മറിയുമെന്നും എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഫോൺ വിളിച്ചത്. അങ്ങനെ നമ്മുടെ ഈ രചന നേരെ ഇഷിതയുടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക. ഇഷിതയും കാത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇഷിതയുടെ വരവ്. ഇഷിതയെ വന്നല്ലോ, ഞാൻ ഇഷിതയെ കാണാൻ വേണ്ടി തന്നെ വന്നാൽ. അവിടെ റിസപ്ഷനിൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ഓൺ ദ വേ ആണെന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് ഞാനിവിടെ കാത്തു നിൽക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിവിടെ നിന്നത്. എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുക. അല്ല, ഞാൻ ഏതൊക്കെ ഒരു ന്യൂസ് അറിഞ്ഞായിരുന്നു. അല്ല, ഇഷിതയ്ക്ക് ചിപ്പി ഒരു ബാധ്യതയാണെന്ന് ഉള്ളൊരു കാര്യമൊക്കെ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇഷിത ആകെ ഞെട്ടിപ്പോവാ. നിന്നോട് ആരും ഇങ്ങനത്തെ വേണ്ടാത്തരങ്ങളെല്ലാം പറഞ്ഞത്? മേലാൾ ഇങ്ങനത്തെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ വരാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. ഇപ്പം ഇഷിതയുടെ വീട്ടിൽ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ നടക്കുകയാണല്ലോ. ഇഷിതയുടെ അമ്മ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. എൻ്റെ അമ്മ നിന്നോട് പറഞ്ഞോന്നാണ് ചോദിച്ചത്. അങ്ങനെ വരാനുള്ള ഒരു ചാൻസും ഇല്ലല്ലോ രചന. നീ എഴുതാപ്പുറം വായിക്കാൻ നിൽക്കരുത്. വേണമെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം, അമ്മയോട് സംസാരിക്കാം. അമ്മ നിഷേധിച്ചാലോ? നീ എന്ത് ചെയ്യും? രചന, നിനക്കവിടെ നിന്ന് നാണം കെട്ട് ഇറങ്ങി പോകേണ്ടേ വരുള്ളൂ. ഒരു കാര്യം നീ ചിന്തിക്കണം. ചിപ്പിയും ഞാനും തമ്മിൽ യാതൊരു കുഴപ്പമില്ല. ചിപ്പി എനിക്കൊരു ബാധ്യതയില്ല. എൻ്റെ അമ്മ അങ്ങനെ പറയത്തുമില്ല. അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നീയേ ഇപ്പം എന്താ ചെയ്ത് കൂട്ടുന്നെന്ന് എനിക്ക് മനസ്സിലായി. നീ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുകയാണ് രചന. പക്ഷേ ആ മീൻപിടുത്തം ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്ക് വീണ്ടും കലി വരികയാണ്. എൻ്റെ മോളാണ് ചിപ്പി, അവളെ എനിക്ക് വിട്ടു തരണം, അല്ലെങ്കിൽ ശരിയാവില്ല. അവളെ ഞാനാണ് വളർത്തേണ്ടത്. അതിന് ചിപ്പി നിന്നെ അമ്മയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ രചന? ഏതെങ്കിലും ഒരു സമയത്ത് അമ്മയായിട്ട് നിന്നെ അംഗീകരിച്ചിട്ടുണ്ടോ രചന? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി അഥവാ എൻ്റെ കയ്യിൽ നിന്നും ചിപ്പിയെ നീ തട്ടിപ്പറിച്ച് മേടിച്ചാലും ഒരിക്കലും അവൾ നിന്നെ അമ്മയായിട്ട് അംഗീകരിക്കില്ല. ഈ മാതൃത്വം എന്ന് പറയുന്നതേ അത് അമൃത് പോലെയാണ്. സ്നേഹത്തിൽ കളങ്കമുണ്ടാകാം, പക്ഷേ അമൃതിൽ ഒരിക്കലും കളങ്കം സംഭവിക്കില്ല രചന. അത് നീ ആലോചിക്കണം. ഇനി ഈ പേരും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. നിൻ്റെ ഒരടവും ഈ ഇഷിതയുടെ അടുത്ത് നടക്കില്ല. വന്ന കാര്യം ചീറ്റിപ്പോയല്ലേ, നീ നിൻ്റെ പണി നോക്കി പോ രചന എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത അവിടെ നിന്ന് പോവുക. അപ്പം രചനയാണെങ്കിൽ ആകെ നാണം കെട്ട ഒരവസ്ഥയിലായി പോവുകയും ചെയ്തു. കാരണം താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്വപ്നവല്ലിയാണ്. അപ്പോൾ സ്വപ്നവല്ലിയാണെങ്കിൽ അടുക്കളയിൽ എന്തൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നവല്ലിയുടെ മകൾ വരികയാണ്. അമ്മേ, എന്ത് ചെയ്യാനാ അമ്മേ, ആകെ കടത്തിൽ മുങ്ങിയിരിക്കുക. ഞാനിക്ക് ഏതായാലും എവിടെയെങ്കിലേക്ക് പോയി അന്വേഷിച്ചല്ലേ പറ്റുള്ളൂ. ഞാൻ അച്ഛനോട് പറഞ്ഞു. അയ്യോ, രാമനോട് നീ പറഞ്ഞോ? നീ എന്തിനിങ്ങനെയൊക്കെ പറയാനായിട്ട് പോയത്? പിന്നെ അച്ഛനോട് പറയണമല്ലോ. അച്ഛൻ പറഞ്ഞത് എവിടെയെങ്കിലും തെരുവിൽ പോയി തെണ്ടാനാ അച്ഛൻ പറഞ്ഞത്. ഇതൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അമ്മ പിന്നെ എനിക്ക് വേണ്ടി സംസാരിക്കുന്നില്ലല്ലോ. സംസാരിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ പറഞ്ഞാലും നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് രാമൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാതിരുന്നത്. പിന്നെ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് പൈസയും തന്നിട്ടുണ്ട്. ആര്? രചന. നീ അവളോട് പോയി ചോദിച്ചോ പൈസ? ചോദിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ. രചനയോട് പൈസ ചോദിച്ചെന്ന് വിചാരിച്ചാൽ എന്താ കുഴപ്പം? ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ അവളോട് പറഞ്ഞു.
മഹേഷിനെ ഉപേക്ഷിച്ചത് നീ വലിയൊരു മണ്ടത്തരം ഉണ്ടാ കാണിച്ചതെന്ന്. പക്ഷെ അവൾ ഒരുപാട് കരഞ്ഞമ്മേ. പഴയ രചനയൊന്നും അല്ല. അവൾക്ക് ശരിക്കും മാറ്റമുണ്ട്. അവളുടെ മനസ്സ് ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. ഇനി അവളുടെ മനസ്സ് അലിയേ ഉള്ളൂ. എന്നിട്ട് അവൾ എന്താ ചെയ്തതടി? അവള് മഹേഷിൻ്റെ ശത്രുവായി കിടക്കുന്നവനെ സ്വന്തം വീട്ടിൽ കൊണ്ട് താമസിച്ച് അവൻ്റെ വെപ്പാടിയായിട്ട് കഴിഞ്ഞവളല്ലേ. അവളെക്കുറിച്ച് നീ എന്നോട് പറയുന്നു? വേണ്ട, എൻ്റെ മുല്ലിംഗത്തിലുള്ള സംസാരം വേണ്ട അമ്മേ. ഇഷിതയെക്കാളും നല്ലതാണ് ഏതായാലും രചന. എടി, ഇഷിതയെക്കാളും നല്ലതാണെന്നോ? രചന എന്താണ് ചെയ്തു കൂട്ടിയത്? മഹേഷിനെ വഞ്ചിക്കുക ചെയ്തത്. എൻ്റെ മകനെ അവൾ വഞ്ചിച്ചു. ഈ കുടുംബത്തിൽ കുറേ പ്രശ്നങ്ങൾ അവൾ ഉണ്ടാക്കി. എന്നിട്ടും അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വരണ്ട. ദേ, നിനക്ക് അവൾ പൈസ തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിലേക്കോ നാശത്തിലേക്കാണ്. നിന്നെ വെച്ച് എന്തോ അവൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നീ ആലോചിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനെല്ലാം സ്വപ്നവലി എന്തൊക്കെയോ അടുക്കളയിൽ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഭയങ്കര ടെൻഷനാണ് നമ്മുടെ ഈ സ്വപ്നവലിയുടെ മകൾക്കും. പിന്നീട് കാണിക്കുന്നത് ഇഷിതയുടെ അമ്മയാണ്. അപ്പോൾ ഇഷിതയുടെ അമ്മയാണെങ്കിൽ ഭയങ്കര പരാതിയും പരിഭവവും ഒക്കെയാണ്. നോക്കിക്കണ്ടേ, ദേ അവളോട് ഞാൻ എന്ത് തെറ്റ് ചെയ്ത്? അവൾ നല്ല കാര്യത്തിന് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. എന്നിട്ട് അവൾ എന്നെ വിളിക്കുന്നത് പോലില്ല. ഒരു സമാധാനത്തിനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്ന പോലില്ല. അവളെയൊക്കെ ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ വളർത്തിയത്? ദേ, ആ സ്വപ്നവലി പറയുന്നത് പോലെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആരുടെ മനസ്സ് ഇതുവരെയായിട്ട് ഞാൻ നോവിപ്പിച്ചിട്ടില്ല. ആരും തകർന്നു പോകണമെന്നും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നിട്ട് പോലും എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹാഷിത ഡോറും തുറന്ന് കയറി വരുന്നത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.